വായിച്ച അധ്യായം ഏതെന്നറിയാമോ? പ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായം 26-ാമത്തെ വാക്യം മുതൽ 27-ാമത്തെ വാക്യം വരെ ദയവായി ഒന്ന് വായിക്കണം. സ്തോത്രം. ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്ദക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു ഐത്യോപ്യനെ കണ്ടു. അവൻ യെരൂശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിൽ ഇരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. മതി. ഇവിടെ നമ്മൾ വായിച്ച അധ്യായം എന്ന് പറയുന്നത് പ്രവൃത്തിയുടെ പുസ്തകം 8-ാമത്തെ അധ്യായം, അതിന്റെ 26 മുതൽ 27 വരെയുള്ള വേദാംശമാണ്. മനുഷ്യനെ ദൈവം സഹായിക്കുമോ? ഉറപ്പായിട്ടും ദൂതൻ സഹായിക്കും. നോക്കിക്കേ, ഇവിടെ ദൂതനാണ് ഫിലിപ്പോസിനെ സഹായിച്ചത്. കാരണം സ്വർഗത്തിലെ ദൈവം ദൂതനായി ഫിലിപ്പോസിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ഫിലിപ്പോസിനോട് പറയുന്നൊരു ദൂത്, നീ എണീറ്റ് എന്ത് ചെയ്യുക? പുറപ്പെടുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു ഭാഗം ഇതാണ്: ദൈവം നൂലെ കെട്ടി ഇറക്കി തരുമോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ എൻ്റെയും നിങ്ങളുടെ ചെവിയിലൊക്കെ എത്തിയിട്ടുണ്ടാകും. ഞാനും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിരവധി പ്രാവശ്യം. എന്നാൽ ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. ദൈവം നൂലെ കെട്ടി മാത്രമല്ല ഇറക്കി തരുന്നത്, കാക്കയോടും ദൈവം കൽപ്പിക്കുമെന്നേ. മാത്രമല്ല സകല പറവജാതിയോടും മാത്രമല്ല കേട്ടോ, സകല ഭൂജല ജന്തുക്കളോടും ദൈവം കൽപ്പിക്കും. തീർന്നു പോയില്ല. സകല വൃക്ഷങ്ങളോടും ദൈവം കൽപ്പിക്കും. തീർന്നു പോയില്ല. ആകാശത്തോട് ദൈവം കൽപ്പിക്കും. നിലത്ത് വിളഞ്ഞു വരുന്ന കൃഷിയോട് ദൈവം കൽപ്പിക്കും. സകലത്തോടും ദൈവം കൽപ്പിച്ചാൽ മാത്രം മതി. ഇന്ന് രാത്രി ചിലരുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്താൻ ദൈവത്തിന് ഇന്ന് രാത്രി കഴിയും. മറന്നു പോകരുത്. ആരൊക്കെയോ വേദനയോടെ ഇരിക്കുന്ന വിഷയങ്ങൾ ഇന്ന് രാത്രി കർത്താവ് അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, ശ്രദ്ധിക്കൂ, ദൂതൻ ഫ്രണ്ടേ പോകുകയാണ്, ഫിലിപ്പോസ് പിറകെ പോകുകയാണ്. നടന്നല്ല പോകുന്നത്, വളരെ വേഗത്തിൽ ഓടുകയാണ്. കാരണം ശുശ്രൂഷയ്ക്ക് സമയം വേഗതയാണ് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് കേൾക്കാൻ എന്തു വേണം കേൾക്കാൻ? വേഗത വേണം. വേഗത. അപ്പൊ കേൾക്കാൻ വേഗതയുണ്ടെങ്കിൽ അടുത്തെന്താ ദൂത് വരുന്നത്? പറയാൻ എന്തു വേണം? താമസം വേണം. കേൾക്കുന്നത് അത് ശ്രദ്ധയോടെ കേട്ടിട്ട് അതിന് മറുപടി പറയുവാൻ ഞാനും നിങ്ങളും അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്തൊരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ദൂതന്മാർ ദൈവമക്കളെ സഹായിക്കുമോ അല്ലെങ്കിൽ മനുഷ്യരെ സഹായിക്കുമോ? ഉറപ്പായി സഹായിക്കും. നമുക്കറിയാം വേദപുസ്തകം നമ്മൾ അരിച്ചു പറക്കി പഠിക്കുമ്പോൾ സ്തോത്രം, പുറപ്പാട് പുസ്തകം 23 മുതൽ 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം വരെ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പുറപ്പാട് മുതൽ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം വരെ നമ്മൾ പഠിക്കുമ്പോൾ ഈ ചുരുങ്ങിയ അധ്യായത്തിനകത്ത് ദൂതന്മാർ ഇറങ്ങി വലിയ അത്ഭുതങ്ങൾ ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. പേരുകൾ വരെ മാറ്റിയിട്ടുണ്ട്. ദൂതന്മാർ ഇറങ്ങിയിട്ട് ഈ ജാതിക്കാർ, ഏതാ ജാതി? നമ്മൾ വായിച്ച ജാതികൾ എന്ന് പറയുമ്പോൾ അത് ശക്തന്മാരായ ജാതികളെയാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ഒന്നാമത്തെ ജാതി അമോന്യർ, 2 ഹിത്യർ, 3 ഫെലിസ്ത്യർ, 4 കനാന്യർ, യെബൂസ്യർ. നോക്കൂ, ഇങ്ങനെ തുടങ്ങിയ ജാതികൾ ഇവരുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഈ ജാതിയെ തോൽപ്പിക്കണമെങ്കിൽ ദൂതന് മാത്രമേ കഴിയൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ദൂതന്റെ പിന്നാലെയാണോ ദൂതന്റെ മുൻപിലാണോ? ഇന്ന് രാത്രി വചനം പറയുന്നത് എന്തെന്നറിയാമോ? നന്മയും കരുണയൊക്കെ നിന്റെ ആയുഷ്കാലമൊക്കെ എന്ത് ചെയ്യും? നിന്നെ പിന്തുടരും. നീ അതിന്റെ ഫ്രണ്ടേ ഓടണ്ട, നിന്നെ പിന്തുടരും. നീ ഫ്രണ്ടേ ഓടുമ്പോഴാണ് നന്മകൾ പലതും നഷ്ടപ്പെട്ടു പോകുന്നത്. നീ ഇതിന്റെ പിന്നാലെ സഞ്ചരിക്കാൻ തുടങ്ങ്. മരണതാഴ്വരെ സ്വതന്ത്ര ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ആക്കുവാൻ എന്റെ കർത്താവിന് കഴിയും. ദൈവത്തിന് വേണ്ടി ആരെല്ലാം നിന്നിട്ടുണ്ടോ അവരെ എല്ലാം ദൈവം പിൻകാലത്തിലല്ല കേട്ടോ, കണ്ണുകൾ അടയും മുൻപേ ദൈവം അവരെ കൊണ്ട് സകലതും കാഴ്ച മങ്ങിപ്പോകും മുമ്പേ ദൈവം സകല ശുശ്രൂഷകളും ഇവിടെ ചെയ്തെടുത്ത ശേഷമാണ് ദൈവം അവരെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളഞ്ഞത്. സ്വതന്ത്രം പറഞ്ഞാട്ടെ.
ഹല്ലേലൂയ. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, ഇവിടെ നമ്മൾ വായിച്ചു വന്ന കുറുവാക്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 25ഉം 26ഉം വാക്യങ്ങളിലേക്ക് ഒരു പറയുന്നതാണ്, ആമേൻ, നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ. കണ്ടോ, ആമേൻ, ദൈവത്തെ തന്നെ എന്ത് ചെയ്യണം? സേവിക്കണം. എന്നാൽ 26ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൂതാണ് കേട്ടോ. ചില ദേശത്ത് മാത്രമല്ല, ചില പട്ടണങ്ങളിൽ. പ്രൈസ് ദി ലോർഡ്. ഈ 23ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ഈ ദൂതൻ ഇതിനകത്ത് ഇറങ്ങിയിട്ട് ഇതിന്റെ 11ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 4ാമത്തെ വാക്യം മുതൽ മാത്രമല്ല, ആമേൻ, അതിന്റെ 1ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെയും ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ 23ാമത്തെ അധ്യായത്തിൽ എന്താ ദൂതൻ ഇറങ്ങിയ കാര്യം എന്നറിയാമോ? അതിന്റെ 1ഉം 2ഉം വാക്യം വായിക്കണം. ഈ 1ഉം 2ഉം വാക്യം നിങ്ങൾ വായിച്ചു പഠിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം അതിന്റെ 23ന്റെ 1ഉം 2ഉം, 1, ആമേൻ, വ്യാജ വർത്തമാനം. പ്രൈസ് ദി ലോർഡ്. എന്ത് ചെയ്യരുത്? വ്യാജമായ ചില വർത്തമാനങ്ങൾക്കകത്ത് കീഴ്പ്പെട്ടിരിക്കുന്ന ചില ആത്മീക മണ്ഡലങ്ങൾ. 2, ആമേൻ, അതെന്ത് ചെയ്യരുത്? ആമേൻ, പരത്തരുത്. ആമേൻ, മനസ്സിലാകുന്നുണ്ടോ? വ്യാജ വർത്തമാനം എന്ത് ചെയ്യരുത്? പരത്തരുത്. ആമേൻ. ഇതാണ് ആ കാലഘട്ടങ്ങളിൽ മോശയിൽ കൂടെ ദൈവത്തിന്റെ ദൂതൻ കൊടുത്ത ദൈവത്തിന്റെ അരുളപ്പാടുകൾ. പറഞ്ഞില്ലെങ്കിലും പറഞ്ഞെന്ന് പറയുന്ന ഒരു ജനത. ആമേൻ. നടന്നു പോയാൽ പറയും, പറന്നു പോകുന്നെന്ന് പറയുന്ന ജനത. ആമേൻ. ഒന്നും കണ്ടില്ലെങ്കിലും കണ്ടെന്ന് പറയുന്ന ഒരു ആമേൻ സമൂഹമുണ്ട്. എന്നാൽ ആമേൻ, ചെയ്തില്ലെങ്കിലും ചെയ്തു, ആമേൻ, അതങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് സ്ഥിരീകരിക്കുന്ന ഒരു ജനത ആ കാലത്തിൽ മോശയുടെ മുൻപിലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം കൊടുക്കുന്ന അരുളപ്പാടുകൾ ചെയ്തു തീർക്കാൻ മോശ മുമ്പിലോട്ട് കാൽച്ചുവട് വയ്ക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുന്നത് അത് ശ്രദ്ധിച്ചറിയണമെങ്കിൽ 22ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 22ാമത്തെ അധ്യായം അതിന്റെ 1ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോഴും 2ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോഴും സ്തോത്രം 22ന്റെ 1, 2, 3 വായിക്കുമ്പോൾ നോക്കിയേ, അതിന്റെ 28 മുതൽ 29 30, 31 ഈ വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു വരുമ്പോൾ അത്രയും മാത്രമല്ല 26ഉം 27ഉം നമ്മൾ സ്തോത്രം വായിക്കുമ്പോഴും ശ്രദ്ധിക്കണം. അത് 25 നിങ്ങൾ പഠിച്ചു നോക്കിയേ, തീർന്നില്ല. 24 നിങ്ങൾ പഠിച്ചു നോക്കിയേ, 23ഉം 22ഉം നിങ്ങൾ പഠിച്ചു നോക്കിയേ. എന്നാൽ ഇതിനകത്തൊക്കെ ദൈവത്തിന്റെ ആലോചന പറഞ്ഞ ശേഷം 23ൽ പറയുന്ന ഒരു ദൂത് കേട്ടോ, ദൂതനെ നിന്റെ മുമ്പിൽ അയക്കും. 1ാമത്തെ കാര്യം, നീ എന്തായിരിക്കരുത്? ഒന്ന് വായിച്ചേ, 1ഉം 2ഉം വാക്യം. ആമേൻ. അതിന്റെ 3ഉം 4ഉം വാക്യം കൂടെ ഒന്ന് വായിച്ചേ. ആമേൻ. 1ഉം 2ഉം 3ഉം 4ഉം വാക്യം. വ്യാജ വർത്തമാനം പരത്തരുത്, കള്ളസാക്ഷിയായിരിക്കാൻ ദുഷ്ടനോടുകൂടെ ചേരരുത്, ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത്, ന്യായം മറിച്ചു കളവാൻ ബഹുജനപക്ഷം ചേർന്ന് വ്യവഹാരത്തിൽ സാക്ഷ്യം പറയരുത്, ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവനോട് പക്ഷം കാണിക്കരുത്. ഇത് ശത്രുവിന്റെ കാളയോ കഴുതയോ വഴിതെറ്റിയതായി കണ്ടാൽ അതിനെ അവന്റെ അടുക്കൽ തിരികെ കൊണ്ടുപോകണം. നിന്നെ ദ്വേഷിക്കുന്നവന്റെ കഴുത ചുമടിൻ കീഴെ കിടക്കുന്നത് കണ്ടാൽ അവനെ വിചാരിച്ച് അതിനെ അഴിച്ചുവിടുവാൻ മടിച്ചാലും അഴിച്ചുവിടുവാൻ അവന് സഹായം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? ആമേൻ. പറഞ്ഞു പരത്തരുത്. 2ാമത് എന്താ? കള്ളസാക്ഷിയായിരിക്കാൻ ദുഷ്ടനോട് കൂടെ എന്ത് ചെയ്യരുത്? ചേരരുത്. ഈ വാക്യമാണ് സങ്കീർത്തന പ്രമാണി ആയിരിക്കുന്ന, അഭിഷക്തനായിരിക്കുന്ന, ദാവീദ് രാജാവായിരിക്കുന്ന, സകല അധികാരവും ലഭിച്ചവൻ 1ാം സങ്കീർത്തനം 1ാം വാക്യം പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം എന്ത് ചെയ്യരുത്? നടക്കരുത്. എങ്കിൽ ദൂതൻ ഇടപെടത്തില്ല. കള്ളുഷാപ്പിൽ വരുന്നതല്ല ദൂതൻ. ആമേൻ. ബോധിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ദൂതൻ നിൽക്കത്തില്ല. അതിന് വേറെ ദൂതനുണ്ട്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ഏതൂതൻ? സാത്താന്റെ ദൂതന്മാർ. അവരാണ് അതിന് ചേർന്ന് നിൽക്കുന്നത്. അപ്പൊ ദൈവജനം തിരിച്ചറിയണം. ഈ അഗ്നി ഇറങ്ങട്ടെ എന്ന് പറയുമ്പോൾ തീ ഇറങ്ങട്ടെ എന്ന് ഏത് തീയാണ് ഇറങ്ങുന്നത്? ഈ തീ ഇറങ്ങുമ്പോൾ, ഞാനിന്ന് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു 2 മിനിറ്റ് ഞാനൊന്ന് കണ്ണടഞ്ഞു. എന്റെ കണ്ണ് 2 മിനിറ്റ് അടഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. ക്ഷീണം കൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ 2 മിനിറ്റ് കണ്ണടഞ്ഞു പോയി. അപ്പോൾ ഞാനിങ്ങനെ കണ്ടത് ഒരു ആരാധന വെളിപ്പെടുന്നു. ഏതോ ഒരു സ്ഥലത്ത് ഒരു ആരാധന വെളിപ്പെടുന്നു. സ്തോത്രം. ഒരു ആരാധന വെളിപ്പെടുമ്പോൾ കസേരയിരിക്കുന്ന ഒരു ദൈവദാസി കസേരയിലോട്ട് ചരിഞ്ഞു വീഴുകയാ. ശ്രദ്ധിക്കണം ദൈവജനം, ചരിഞ്ഞു വീഴുകയാ.
ആമേൻ ചരിഞ്ഞു വീണപ്പോൾ അവരുടെ കാലിനെ പിടിച്ച് ആമേൻ ശത്രു വലിച്ചഴിച്ചുകൊണ്ട് പോകുക. പ്രൈസ് ദി ലോർഡ്. കാലിനെ വലിച്ചഴിച്ചുകൊണ്ട് പോകുക. ആളിനെ കാണാനില്ല. ആമേൻ അന്ധകാരം അതിനെ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നു. പ്രാർത്ഥനാ സ്ഥലത്ത് നിന്ന്. ഹല്ലേലൂയ. പ്രാർത്ഥനാ സ്ഥലം. ഞാൻ കുറച്ച് നേരം ഈ വെളിപ്പാടിന് ശേഷം ഒന്ന് ഞെട്ടി എണീറ്റ് ഞാൻ പ്രാർത്ഥിപ്പാൻ തുടങ്ങി. അപ്പോ ദൈവാത്മാവിനോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: ആരാധന സ്ഥലത്തും പാപത്തിൽ ആമേൻ വ്യാജവർത്തമാനത്തിൽ നിൽക്കുന്നവർ പ്രാർത്ഥനാ സ്ഥലത്തുമുണ്ട്. സ്തോത്രം. അതിനകത്ത് ഇടപെടുന്നത് ആത്മാവ് നോക്കിക്കൊള്ളണം. ആത്മാവിന്റെ അളവറ്റ സാന്നിധ്യത്തിന്റെ നടുവിൽ, ദൈവപ്രവർത്തിയുടെ നടുവിൽ ഒരു ദൈവ പൈതൽ ആമേൻ ഭോഷ്ക്ക് നിറഞ്ഞിരുന്നു കഴിഞ്ഞാൽ, വ്യാജത്തിന്റെ അകത്ത് അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഭരിക്കുന്നത് ദൈവാത്മാവല്ല, അവിടെ ഭരിക്കുന്നത് ദുരാത്മാവാണ്. അതിന് കാൽ വലിച്ചു കൊണ്ടുപോകുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 14-ാമത്തെ അധ്യായം 5ഉം 6ഉം നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ പുസ്തകമെല്ലാം നമ്മൾ പഠിച്ചും വായിച്ചും ഗ്രഹിച്ചും മുൻപിലോട്ട് വരണം. കഴിഞ്ഞ ദിവസം 14-ാം അധ്യായം നമ്മൾ അരിച്ചു പറക്കി പഠിച്ചതാ. എന്നാൽ ഒരു വാക്കൂടെ അതിനകത്ത് ആമേൻ ദൈവാത്മാവ് ആലോചന തരിക. അതിന് 4ഉം 5ഉം 6ഉം നിങ്ങൾ പിന്നത്തെ വായിച്ചോളണം. ഇന്ന് രാത്രി ആമേൻ ദൈവത്തിന്റെ ആത്മാവിടെ പറയുന്നു, ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വളർന്നു വരുന്നതിനെ വെട്ടിക്കളയാൻ ഒരു ജനസമൂഹം നിന്റെ കൂടെ കൂടും. പക്ഷെ ശ്രദ്ധിക്കണം, ആത്മികൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറണം. ഹല്ലേലൂയ. നമുക്ക് വേറെ എന്തെല്ലാം പറയാൻ സമയമുണ്ടല്ലേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വേറെ എന്തെല്ലാം പ്രസംഗിക്കാൻ, പ്രസംഗ വിഷയങ്ങൾ തയ്യാറാക്കാൻ, മുഴങ്കാൽ മടക്കാൻ നമുക്ക് തയ്യാറാകാൻ സമയങ്ങൾ നിരവധി നമ്മുടെ മുൻപിലുണ്ട്. ഹല്ലേലൂയ. ഓ പ്രൈസ്. സമയം തികയുന്നില്ല ഞങ്ങൾക്ക്. ഹല്ലേലൂയ. സമയം നിറഞ്ഞ സമയമുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, ദൈവത്തിന്റെ മുൻപിൽ മുഴങ്കാൽ മടക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി ചിന്തിക്കേണ്ടൊരു ഭാഗമുണ്ട്. മനുഷ്യനെ സഹായിക്കുന്ന ദൂതൻ പലപ്പോഴും സഹായത്തിന് മുമ്പിൽ വരാത്ത കാര്യം ഇതാണ്: അവർ ദൈവത്തെ പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുകയും വ്യാജ വർത്തമാനത്തിലും ദുഷ്ടപ്രവർത്തികളിലും ജാമ്യക്കാരായി പലപ്പോഴും മാറുമ്പോഴാ ദൈവപ്രവർത്തി വെളിപ്പെടുത്താത്തത്. എന്നാൽ ദൈവത്തിന് ഇടം കൊടുത്തു കഴിഞ്ഞാൽ, ഇന്ന് രാത്രി നിങ്ങൾ ഏത് രാജ്യത്തായിരുന്നാലും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിടുതൽ നമ്മുടെ സുനിശ്ചിതമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടവരാ. ശ്രദ്ധിക്കണം. രക്ഷിക്കപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ മുഴുകിപ്പോകാതെ, അതിന്റെ ചെവി നമ്മൾ ചായ്ക്കാതെ, ചാച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതുമായി വരുന്നവൻ പറയാൻ കഴിയാതെ അവൻ മാറി നിൽക്കും. മാറി തേങ്ങലോടെ മാറി നിന്നിട്ട് അവൻ അങ്ങ് പോകും. അയച്ചവന്റെ അടുത്തേക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് സഹായിപ്പാൻ കഴിയുന്നില്ല, എനിക്ക് അവരോട് അടുക്കാൻ കഴിയുന്നില്ല, അവരിപ്പോഴും വ്യാജ വർത്തമാനത്തിന് സഭയ്ക്കകത്ത, അവരിപ്പോഴും നിന്റെ സന്നിധിയിലല്ല എന്ന് പറഞ്ഞ് ദൂതൻ തിരിച്ചു കയറിപ്പോകും. എത്രയോ പ്രാവശ്യം ദൂതൻ തിരിച്ചു കയറിപ്പോയെന്നറിയാമോ? ഇന്ന് രാത്രി ഈ ദൂതിന്റെ മുൻപിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ഏൽപ്പിക്കാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ. ആമേൻ. ഈ ദൂതനകത്ത് ആമേൻ ഒരു വലിയ പ്രവൃത്തി വെളിപ്പെടുക കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഈ 23-ാമത്തെ അധ്യായം ഇങ്ങനെ പറയുന്നു: എന്റെ ദൂതന് നിനക്ക് മുൻപായി നടന്ന് നിന്നെ എന്ത് ചെയ്യും? അമോന്യർ, ഹിത്യർ ഇവരുടെ കയ്യിൽ നിന്നെ വിടുവിക്കും. അവരെല്ലാം എന്ത് ചെയ്യുന്നറിയാമോ? അവരുടെ പ്രതിഷ്ഠകൾ, ദേവന്മാരെ, അവരുടെ വച്ചുകെട്ട് പൂജകളെ എല്ലാം ഈ ദൂതൻ എന്ത് ചെയ്യും? തുടച്ചു മാറ്റും. നമ്മൾ പറയാറില്ല, ദൈവമേ ഇതിന്റെ ദൂതൻ ഇറങ്ങണം. നിങ്ങൾ പറയാൻ എനിക്കറിയത്തില്ല. ഞാൻ പറയാം, ദൈവമേ നിന്റെ ദൂതൻ വിശുദ്ധിയിൽ വിശുദ്ധനായ ദൂതൻ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അവിടെ ആ സ്പോട്ടിൽ ഇറങ്ങും. ദൈവവൈതലേ, ആമേൻ. നീ ഏത് ഭവനത്തിൽ കാലൂന്നിയാലും, ഏത് സഭയ്ക്കകത്ത് പ്രാർത്ഥിക്കാൻ പോയാലും, ഏത് ജില്ലയിൽ നീ പോയാലും, ഏത് രാജ്യത്ത് പോയാലും, കർത്താവേ നിന്റെ ദൂതനെ എനിക്ക് ചുറ്റും പാളയം ഇറക്കുമെന്ന് വചനമുണ്ടല്ലോ. അത് വെറുതെ അല്ല കേട്ടോ. ഒരു പട്ടാളമായി ഇറക്കുമെന്ന് ദൂതുണ്ടല്ലോ, വചന വെളിപ്പാടുണ്ടല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ.
ദൂതന്മാരുടെ ഒരു സേന തന്നെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവന്റെ കൂടാരത്തിൽ മാത്രമല്ല, പ്രാർത്ഥിക്കുന്നവന്റെ സ്ഥലത്ത് മാത്രമല്ല, ഉപജീവനം ചെയ്യുന്ന ഉപജീവന വഴികളിൽ വരെ ഈ ദൂതൻ നിങ്ങളെ സഹായിക്കും. ആമേൻ. ഇന്ന് രാത്രി ദൂതന്റെ സഹായം ഏറ്റ ഒത്തിരി പേരെ ഞാൻ കാണുന്നു. ഇന്ന് രാത്രി വെളിപ്പാടിനാൽ കാണുകയാണ്. ദൂതന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ എത്ര പേർക്ക് ഭാഗ്യം ലഭിച്ചവർ ഇന്ന് രാത്രി കരങ്ങളെ അടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ച് ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ബ്രിങ്കസിയായിരിക്കാതെ ദൈവത്തിനെ ഒന്ന് ദൂത് ഏറ്റെടുത്തൊന്ന് ആരാധിക്കാൻ ഇന്ന് രാത്രി എത്ര പേർ കഴിയുമെന്ന് അറിയത്തില്ല. ആമേൻ. ഇന്ന് രാത്രി ദൂതൻ നിന്റെ മുമ്പിൽ നിൽപ്പുണ്ട്, നിന്റെ പട്ടണത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. നിന്റെ ദേശത്തിൽ മാത്രമല്ല, ജാതിക മണ്ഡലങ്ങളെ തകർച്ചുടയ്ക്കാൻ ഒരു ദൂതൻ എന്ന് രാത്രി ആമേൻ നിങ്ങൾ ഇരിക്കുന്ന ദേശത്ത് രാജ്യത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കാനായി സമയം വേർതിരിച്ച് ആമേൻ ഞാനും ഒരു ദൈവദാസി കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആമേൻ ദൈവാത്മാവ് ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, അവരിരിക്കുന്ന റൂം കുലുങ്ങുകയാ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരിരിക്കുന്ന റൂം കുലുങ്ങുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവർ വെച്ചിരുന്ന മൊബൈലൊക്കെ ഏതൊക്കെയോ ഭാഗത്തേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഏത് രാജ്യത്തിരുന്നാലും, നിങ്ങൾ അവിടെ ഇരുന്ന് ഒരാളിനെ പ്രാർത്ഥിച്ചു നോക്കിയേ, ഏത് രാജ്യത്തായിരുന്നാലും ദൂതൻ അവിടെ ഇറങ്ങും. ഇവിടെ മാത്രമല്ല, ദൂതൻ അവിടെ ഇറങ്ങും. ഞാൻ ഇവിടെ ഇരുന്നാൽ നിങ്ങൾ ഇരിക്കുന്ന കുടുംബത്തിൽ ദൂതൻ ഇറങ്ങും. ആ വിശ്വാസത്തോടെ ഇന്ന് രാത്രി ഇരിക്കുക. നിങ്ങൾ ഇരിക്കുന്ന ഒരു ദൂതൻ ഇറങ്ങുമെന്നേ. അതല്ലേ ദൂതൻ പറഞ്ഞത്, നീ പാർക്കുന്ന ദേശത്തിന് ചില പോരുകളെ ദൈവം അഴിക്കാൻ പോകുകയാ. ആമേ. ഒന്ന്, അവിടെ ഗർഭം അലസുവോളം ആമേ മച്ചികളായ ഇനി നിന്റെ ദേശത്തില്ല, ഉണ്ടാകത്തില്ല. നിന്റെ ആയുഷ്കാലം ഞാൻ എന്ത് ചെയ്യും? പൂർത്തീകരിക്കും. ഒരു പൂർത്തീകരണമാണ് ദൂതനെ ഏൽപ്പിച്ച് ദൂതൻ ഇറങ്ങി നിൽക്കുന്നത്. ഒരു പൂർത്തീകരണം കാണാനാ. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശയോടെ ഇറങ്ങിയിട്ട് പൂർത്തീകരണം കാണാതിരിക്കുകയാണോ? ഇന്ന് രാത്രി പൂർത്തീകരണത്തിനായി നിന്നെ എന്നെയും വിളിച്ചു വേർതിരിക്കുമ്പോൾ ആ പൂർത്തീകരണം കാണാൻ ഇന്ന് രാത്രി നീ വിശ്വസിക്ക്. ഈ 2025 ഓഗസ്റ്റ് മാസം 29-ാം തീയതി ഈ രാത്രി ദൈവാത്മാവ് ദൂതറിയിക്കുന്നു, ഈ വർഷം കഴിയും മുമ്പേ ചിലതിന്റെ പൂർത്തീകരണം നീ കാണാൻ പോകുന്നു. നിന്റെ തലമുറയിൽ അത് കാണാൻ പോകുന്നു. നിന്റെ കുടുംബത്തിൽ, നിന്റെ പ്രിയപ്പെട്ടവനിൽ അത് കാണാൻ പോകുന്നു. നിന്റെ സഭയിൽ അത് കാണാൻ പോകുന്നു. നിന്റെ ഭാവിയിൽ അത് കാണാൻ പോകുന്നു. നിന്റെ ആത്മീക മണ്ഡലത്തിൽ അത് കാണാൻ പോകുന്നു. അത് കാണാതിരിക്കാൻ ചില വ്യാജ വർത്തമാനങ്ങളെ കടത്തിവിട്ട് ആമേ ദൂതനെ തടയുന്ന ചില പൈശാചിക ശക്തികളെ ഇന്ന് രാത്രി ഗുഡ് ബൈ പറഞ്ഞ് വെട്ടി മാറ്റി ദൂതനെ ഫ്രണ്ടിലോട്ട് വഴിതെളിക്കാൻ ഇന്ന് രാത്രി ആമേ ഏൽപ്പിച്ചു കൊടുക്കുക. വഴിതെളിക്കാൻ ദൂതനുണ്ട് ഫ്രണ്ടില്. ഹല്ലേലൂയ. പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഏത് ട്രാഫിക്കിന്റെ മുമ്പിലും വഴിതെളിക്കാൻ ദൂതനുണ്ടെങ്കിൽ നിനക്ക് മുമ്പിലോട്ട് പോകാൻ ആമേ മാർക്ക തടസ്സങ്ങളിട്ട് പോരാടുന്ന ചില വ്യാജ വർത്തമാനങ്ങളെ ഇന്ന് രാത്രി തുടച്ചെറിയാൻ ആത്മാവിൽ ബലം പ്രാപിച്ച എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്. ആമേ ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഒരു വ്യാജ വർത്തമാനവും നിന്നെ ദൂതന് നകറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഈ രാത്രി സ്തോത്രം പറയാൻ പറ്റുമോ? എത്ര വർത്തമാനവും പറയട്ടെ ജോബി, എത്രയോ പറയട്ടെ പ്രഭസിസ്റ്റേ, എത്രയോ പറയട്ടെ ഓമന സിസ്റ്ററെ, എത്രയോ പറയട്ടെ ആമേ തകമേന്റി, ആരൊക്കെ എന്തൊക്കെ പറയട്ടെ ലിറ്റ ആമേ പറയട്ടെ. അവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. നിന്റെ ശ്രദ്ധ അതിലേക്ക് പോകരുത്, നിന്റെ കാഴ്ചപ്പാട് അതിലേക്ക് പോകരുത്, നിന്റെ ആത്മാവ് അതിലേക്ക് ചഞ്ചലിക്കരുത്. അവര് പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ. ഈ ദൂതൻ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി പൂർത്തീകരിക്കും. ചിലത് പൂർത്തീകരിപ്പാൻ ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തോട് പറയുക, ഇന്ന് രാത്രി ദൂതൻ ചിലത് പൂർത്തീകരിക്കാൻ പോകുക. നീ മുമ്പിൽ വച്ചിരിക്കുന്ന ദൗത്യങ്ങളുണ്ട്, നീ മുമ്പിൽ വച്ചിരിക്കുന്ന ആമേ ജോബിന്റെ വിഷയങ്ങളുണ്ട്, അതൊന്ന് രാത്രി പൂർത്തീകരിക്കാൻ പോകുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആരാധന നിർത്തണ്ട കേട്ടോ. ചിലത് ദൈവം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക. കല്ലിന്മേൽ കല്ല് ശേഷിക്കത്തില്ല എന്ന് ആമേ ദൂതൻ വിളിച്ചു പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ചിലത് ആമേൽ കൈ തൊടാതെ ചില കല്ലുകൾ പറഞ്ഞു പോകുന്ന രാത്രിയാ. നിന്റെ കൈ തൊടാതെ ദൂതൻ കല്ലുകളെ തൂക്കിയെറിയുന്ന രാത്രിയാ. ഇന്ന് രാത്രി ചിലത് വാഴ്ചയ്ക്ക് തടസ്സമായി നിന്ന് പോരടിക്കുന്ന ചില പോരുകളെ ഇന്ന് രാത്രി എവിടെയൊക്കെയോ ദൈവാത്മാവ് തൊടുന്നു. ഇന്ന് രാത്രി നിന്റെ
ഭാവിക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്ന ചില വ്യക്തികളെ ദൈവാത്മാവ് ഇന്ന് രാത്രി തൊടുകയാ. സ്തോത്രം. ദൈവാത്മാവിന്റെ പ്രവൃത്തി അത് ശക്തമായി വെളിപ്പെടുന്ന രാത്രിയാ. ഈ രാത്രി ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിക്കുന്നവന്റെ കുടുംബത്തിനകത്ത് ശത്രുവിന് ഇരിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ചില പാളയത്തിലേക്ക് ഇറങ്ങി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുകയാ. നിന്റെ ദേശത്ത് വ്യാജ വർത്തമാനങ്ങൾ പറയുന്ന, നിങ്ങളെ മോശമായി ചിത്രീകരിക്കുന്ന ചില വ്യക്തികളുടെ അധരങ്ങളെ സിംഹത്തിന്റെ വായ അടച്ചതുപോലെ ദൈവാത്മാവ് അടയ്ക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി അതേ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു മാറുകയാ. ഉടബലരഗത ശംഭവരാജകൾ കനാദി ഉടബൽ പ്രൗഢപരക്ഷം ഭേദവരാജകൾ കനാദി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കൈ തൊടാതെ ചില കല്ലുകൾ പറഞ്ഞു മാറുന്നത് പോലെ ദൈവാത്മാവിന്റെ ശക്തി ദൈവസഭയ്ക്കകത്തുനിന്ന് രാത്രി വ്യാപരിക്കുകയാണ്. ഉടബാരഗതന ശംധന ധീവൽ മനാഹര അസ്തൽക്കമനപരഗതുനി ഭേദപരാജകൾ കനാദി. യേശുവിന്റെ നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്ന യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ആയിരിക്കുന്ന രാജ്യത്ത് പട്ടണത്തിൽ ദൈവമഹത്വം വെളിപ്പെടട്ടെ. ദൂതൻ ഇറങ്ങട്ടെ. ഇന്ന് രാത്രി ദൂതൻ ഇറങ്ങട്ടെ. കേവലം ക്ലാസ് മാത്രമല്ല, ഒരു ആത്മനിയോഗം ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ആത്മനിയോഗം. ചില കല്ലുകൾ പറഞ്ഞു മാറുകയാ. നിന്റെ വാഴ്ചയ്ക്ക് നേരെ ഭാവിക്ക് നേരെ വച്ചിരിക്കുന്ന ചില കല്ലുകൾ കൈ തൊടാതെ അന്നാളിൽ പറഞ്ഞു മാറും. ഇന്ന് രാത്രി ഈ മാസം തീരും മുൻപേ ചില വ്യാജ വർത്തമാനങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ പോകുക തമ്പുരാൻ. ചില വ്യാജ വർത്തമാനങ്ങളെ പൈതലെ നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, അഭിഷത്തെ നിനക്കെതിരെ, നിന്റെ കുടുംബ ജീവിതത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ പറഞ്ഞു പരത്തുന്ന ചില വ്യാജ വർത്തമാനങ്ങൾ ഇന്ന് രാത്രി സ്റ്റോപ്പ് ചെയ്യാൻ ദൈവാത്മാവ് ഇന്ന് രാത്രി അതേ ദൂതറിയിക്കുക. ഹല്ലേലൂയ. ശമനപരഗതന വേദപരാജകൾ കനാദി അന്തൽ പ്രൗഢപരക്ഷം വേദപ്രൗഢപരാജകൾ കനാദി. ഇന്ന് രാത്രിയിലോ ജാതി മണ്ഡലങ്ങളെ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും ഇന്നും വിഗ്രഹ ആരാധനയിൽ മുഴുകിയിരിക്കുന്ന ചില വ്യക്തികളെ ഇന്ന് രാത്രി ചോദിച്ചറിയാൻ പോകുന്ന, നിനക്ക് നാളെ എന്ത് സംഭവിക്കും, നിനക്ക് വാഴ്ത്തത്തെ ലഭിക്കുമോ, അത് ലഭിക്കരുത് എന്ന് പറഞ്ഞ് ചോദിച്ചറിയാൻ പോകുന്നവരുടെ നേരെ ദൈവാത്മാവിന്റെ ദൂതൻ ചലിക്കുകയാണ്. ഇന്ന് രാത്രി എവിടെയൊക്കെയോ ദൈവാത്മാവിന്റെ കരം വെളിപ്പെടുന്നുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാ. നിന്റെ തലമുറ വിടുതൽ പ്രാപിക്കുമോ, നിന്റെ കുടുംബം ശുഭമായി തീരുമോ, പൂർത്തീകരിക്കുമോ എന്നൊക്കെയുള്ള ചില ചിന്തകളായി പൂർത്തീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മുമ്പിലോട്ട് വരുന്ന ചില പോരുകളെ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇല്ല, ഞാൻ അതിനെ പൂർത്തിയാക്കും. നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. കേട്ടോ, നിന്നെ ആർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. തമ്പുരാൻ നിന്നെ ഏൽപ്പിച്ചത് ഇന്ന് രാത്രി ചെയ്യാൻ നീ തയ്യാറാണെങ്കിൽ സാന്നിധ്യത്തോടെ ദൈവാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാ. നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തീകരിക്കും. ഹല്ലേലൂയ. ഇടയ്ക്ക് വെച്ച് തകർത്ത് കളയാൻ പല പദ്ധതിയും ദുഷ്ടൻ മെനയുമ്പോൾ ഇന്ന് രാത്രി ദൈവദാസിയെ പ്രാർത്ഥിച്ചോ. ഒരു ഭൂകമ്പം മുഴങ്ങുന്നത് പോലെ ഇരിക്കുന്ന റൂമിനകത്ത്, ഇരിക്കുന്ന രാജ്യത്തിനകത്ത് ദൈവത്തിന്റെ സ്ഫോടനം ഇന്ന് രാത്രി സംഭവിക്കാൻ പോകുകയാ. പ്രാർത്ഥിച്ചോ. ചിലത് ഇന്ന് രാത്രി പൊട്ടിമാറുന്ന രാത്രി എത്രേ. ഇരിക്കുന്ന പട്ടണത്തിൽ, ഇരിക്കുന്ന രാജ്യത്ത്, ഇരിക്കുന്ന റൂമിനകത്ത്, ഇരിക്കുന്ന ഹോസ്റ്റൽ മുറിക്കകത്ത്, ദൈവ കോമ്പൗണ്ടിനകത്ത്, 4 മതിലിനകത്ത് കെട്ടപ്പെട്ടിരിക്കുന്ന കോമ്പൗണ്ടിനകത്ത് കുടിയിരിക്കുന്ന സകല പോരുകളും കുടിയിരിപ്പുകളും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ദൂതന്മാരിറങ്ങിയതിനെ ദൂതീകരിക്കുകയാണ്. ഇന്ന് ചിലത് പൂർത്തീകരിക്കാൻ പോകുക. പൂർത്തീകരണത്തിന് രാത്രിയാ. ചിലത് പൂർത്തീകരിക്കാൻ പോകുക. ശത്രു നിന്റെ മേൽ ഭീതി അയക്കുമ്പോൾ എന്ന് രാത്രി ദൈവാത്മ പറയുന്നു, സകല ശത്രുക്കളെയും നിന്റെ മുൻപിൽ നിന്ന് ഓട്ടിക്കുകയും ചെയ്യും. സകല ശത്രുക്കളെയും. ഹല്ലേലൂയ. ആമേൻ. സകലത്തെ ഒന്നിനെയല്ല, സകലത്തെയും. ചിലതിന് ദൈവാത്മാവിന്റെ രാത്രി ഇതിന്റെ ദേശത്ത് നിന്ന് മാത്രമല്ല കേട്ടോ. നീ പാർക്കുന്ന പട്ടണത്തിനകത്ത് നിന്ന് ദൈവാത്മാവ് തുടച്ചു മാറ്റാൻ പോകുക. പ്രാർത്ഥിച്ചോ. സ്തോത്രം. ഈ ദൂതന് ഇറങ്ങിയതെന്നറിയാമോ? ചിലത് പൂർത്തീകരിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. പൂർത്തീകരിക്കുമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൂർത്തീകരിക്കുമോ? കിണർ വെട്ടുമ്പോൾ കിണർ വെട്ടുമ്പോൾ മനുഷ്യന് ചോദിക്കുക, ഈ വെള്ളം കിട്ടുമോ?
ഉടനെ എപ്പോഴെങ്കിലും ഇത് പൂർത്തിയാകുമോ? ഹല്ലേലൂയ. വീട് വയ്ക്കുമ്പോൾ ഇത് മൊത്തം പണി പൂർത്തീകരിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ആമേൻ. ചില വിഷയത്തിൽ ഇറങ്ങുമ്പോൾ ഇത് പൂർത്തീകരിക്കുമോ? പൂർത്തീകരിക്കും. ഇന്ന് രാത്രി പൂർത്തീകരിക്കും. ആമേൻ. ഇന്ന് രാത്രി അതിൻ്റെ ദിവസമാണ്. നിന്റെ ജീവിതത്തിൽ ചില പൂർത്തീകരണങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതെ ചില വിഷയങ്ങളായി നീ ഭാരപ്പെടുകയാണ്. ഞാൻ ആരോട് എൻ്റെ വിഷയങ്ങൾ ഷെയർ ചെയ്യും? ഞാൻ ആരോട് പറയും? അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ കഴിയത്തില്ല. ഇടവും വലതും ആമേൻ, മുൻപും പിൻപും എല്ലാം എന്നെ അടച്ചു എന്ന് പുസ്തകം പറയുന്നത് പോലെ മുൻപും പിൻപും അടച്ചു. ഇന്നലെ വരെ സ്നേഹിച്ചവരുന്ന ശത്രുക്കൾ, ഇന്നലെ വരെ മാറത്തോട് ചേർന്നിരുന്നവർ ഇന്ന് കൂടും ശത്രുക്കളും ദുഷ്ടന്മാരുമായി മാറിയെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നില്ല, ഞാൻ പൂർത്തീകരിക്കുന്ന ദൈവമാണ്. അതിനാ ദൂതനെ അയച്ചിരിക്കുന്ന പൂർത്തീകരിപ്പാൻ. ചിലതിനെ ഇന്ന് രാത്രി പൂർത്തീകരിപ്പാൻ. ഹല്ലേലൂയ. ഇതിന്റെ ഭവനത്തിന്റെ വിഷയങ്ങൾ പൂർത്തീകരിപ്പാൻ, അതിന്റെ സകല കേടുപാടുകളും തീർക്കാൻ, നിന്റെ കുടുംബത്തിനകം തലമുറയിൽ വന്നിരിക്കുന്ന ചില ശൂന്യതകളെ പൂർത്തീകരിപ്പാൻ. ഓ റീവാലബാശാമലബനഗദുരി. ഇന്ന് രാത്രി എത്ര പേർക്ക് ഏൽപ്പിക്കാൻ പറ്റും? ഇന്ന് രാത്രി ഹല്ലേലൂയ. ആത്മാവ് അങ്ങനെ ഇന്ന് ഈ രാത്രിയിൽ അങ്ങനെ പറയുന്നു, ചിലത് പൂർത്തീകരിക്കുന്ന രാത്രിയാണ്. സ്തോത്രം. വായിക്കാമോ? 11-ാമത്തെ അധ്യായത്തിന് 4-ാമത്തെ വാക്യത്തിലേക്ക് വരും. 11-4 ഒന്ന് വായിച്ചാട്ടെ. 11-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. മോശ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അർദ്ധരാത്രിയിൽ ഞാൻ മിസ്രയീമിന്റെ നടുവിൽ കൂടി പോകും. പ്രൈസ് ദി ലോർഡ്. അർദ്ധരാത്രിയിൽ ഞാൻ മിസ്രയീമിന്റെ നടുവിൽ കൂടെ എന്ത് ചെയ്യും? പോകും. ആമേൻ. കർത്താവിന്റെ ദൂതൻ ഇറങ്ങി എന്ന് പറയുക, ഞാൻ പോവും. ഇന്ന് രാത്രി നീ ഭയപ്പെടണ്ട. സകലത്തിൽ രാജകസേര ഇരിക്കുന്നതിന് വരെ ഞാൻ തട്ടാൻ പോയ. ആമേൻ. രാജകസേര ഇരിക്കുന്നില്ലേ? നിന്നെ മൈൻഡ് ചെയ്യാത്ത 30 ലക്ഷം ജനം കിടപ്പുണ്ട്. ആമേൻ. നരകയാതന അനുഭവിക്കുന്ന ജനം. ഹല്ലേലൂയ. ഇവരുടെ കണ്ണുനീര് ഞാൻ കണ്ടു കേട്ടു. എനിക്ക് മറുപടി ഇന്ന് രാത്രി പറയാനുണ്ട് മോശേ. എനിക്കിന്ന് മറുപടി പറയാനുണ്ട്. ഈ രാത്രി ചിലരോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, ഞാൻ ഇതുവഴി കടന്നു പോകും. അപ്പോൾ സിംഹാസനത്തിരിക്കുന്ന ഫറവോന്റെ ആദ്യജാതൻ മുതൽ ഹല്ലേലൂയ എല്ലാം പ്രാപിച്ചു എന്ന് കഴിഞ്ഞിരിക്കുക, എനിക്കെല്ലാം നേടിയെന്ന് പറഞ്ഞിരിക്കുക. ആ രാജ്യത്തിലെ ഫറവോന്റെ ആദ്യജാതൻ മുതൽ തിരികല്ലിൽ ഇരിക്കുന്ന ദാസിയുടെ ആദ്യജാതൻ വരെ മിസ്രൈം ദേശത്തിലെ കടിഞ്ഞൂൽ ഒക്കെയും മൃഗങ്ങളുടെ എല്ലാ കടിഞ്ഞൂലുകളും ചത്തുപോകും. മരിച്ചു പോകുന്നല്ല പറഞ്ഞ, പിന്നെ എന്താ? ചത്തുപോകും. ദൂതനോടാ കളി, ദൂതന്മാരോടാണ് ആ കളി. ഇന്ന് രാത്രി ദൈവഭക്തയെ നിനക്ക് ചുറ്റും ദൂതന്മാരെ ആക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവം ആക്കി വച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് 1 2 അല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് ചുറ്റും ആക്കിയ ദൂതൻ വെറുതെ ഒരു ദൂതനല്ല. ആമേൻ. ആ ദൂതന്റെ പേരാണ് മീഖായേൽ, മുഖ്യ ദൂതൻ. വേദപുസ്തകത്തിലെ മുഖ്യ ദൂതനാണ് മീഖായേൽ. ഇവനാണ് ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചില കുടുംബത്തിനകത്ത് ദൈവപ്രവർത്തിക്കായി വിരോധമായി നിൽക്കുന്ന ചില ദൂഷികളെ വെട്ടിക്കളഞ്ഞ് ദൈവപ്രവർത്തി വെളിപ്പെടുത്താൻ ദൈവാത്മാവിൽ നിയോഗിക്കപ്പെട്ട ദൂതൻ ഇന്ന് രാത്രി അതിനകത്ത് നിൽക്കുകയാ. സ്തോത്രം. തീർന്നില്ല കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. മിസ്രൈം ദേശം എങ്ങും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, എങ്ങും, പ്രൈസ് ദി ലോർഡ്, ഒരു സ്ഥലത്ത് മാത്രമല്ല എല്ലായിടവും മുക്ക് മൂലയും എല്ലാം ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? അരിച്ചങ്ങ് പറക്കും. പ്രൈസ് ദി ലോർഡ്. നോയിക്കേ, അടുത്തെന്താ പറയുന്നറിയാമോ? ഇനി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേ, ഉണ്ടാകുമായി അല്ലെങ്കിൽ ഉണ്ടാക്കും, ഞാൻ കുറെ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന ചില വ്യക്തികൾ ഇതിനകത്തുണ്ട്. മോശെ, ഞാനിപ്പോ കുറെ ചെയ്തു കളയുമെന്ന് പറഞ്ഞിരിക്കുന്ന കുറെ പേര് ഇതിനകത്തുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ കടന്നു പോകുമ്പോ എല്ലാ കുടുംബത്തിനകത്തും നിലവിളി ഉയരും.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ പട്ടണം മുഴുവൻ നിലവിളിക്ക് ഉയരാൻ പോകുക. ദൈവാത്മാവെന്ന ദൂത് പറയട്ടെ ഇന്ന് രാത്രി. ആമേൻ, സ്തോത്രം. ഈ മെസ്സേജ് ഇന്ന് രാത്രി ഏതൊക്കെയോ ദേശത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുക. ദൈവത്തിന് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവാത്മാവ് ദേശത്തിൽ ഇറങ്ങും, ദൂതൻ ദേശത്തിൽ ഇറങ്ങും. ഇറങ്ങുമ്പോൾ ചെതിനെ ദൈവാത്മാവ് തുടച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. അത് ചിലപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കാം. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മുടെ ദേശത്ത് പാർക്കുന്ന, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ദേശത്ത് പാർക്കുന്ന പ്രിയപ്പെട്ടവരായിരിക്കാം. ഈ നാളുകളിൽ പ്രാർത്ഥിക്കണം. നമ്മെ ഏൽപ്പിച്ച ദൗത്യം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ദൈവാത്മാവെന്തോ ഇന്ന് രാത്രി നിലവിളികൾ ദേശത്ത് ഉയരാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മിസ്രയീം ദേശത്ത് എങ്ങും ആമേൻ മുമ്പിലത്തെക്കാളും, ആമേൻ, സ്തോത്രം, മുമ്പേ ഉള്ളതിനേക്കാളും ഇന്നലകളിൽ സംഭവിച്ചതിനേക്കാളും, ഹല്ലേലൂയ, ഇനിമേൽ സംഭവിക്കുന്നതിനേക്കാൾ മേൽത്തരമായ ഒരു സംഭവമായിരിക്കും മോശെ. ഹല്ലേലൂയ. ഈ സംഭവത്തിനകത്ത് നിന്നെ ഞാൻ വളരെ സെക്യൂരിറ്റിയായി നിന്നെ ഞാൻ പരിപാലിക്കും. നിന്നെ മാത്രമല്ല, എൻ്റെ ജനത്തെ ഞാൻ പരിപാലിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, നോക്കിക്കേ, സകല മുഴങ്കാലുകളും അവന്റെ മുമ്പിൽ മടങ്ങുമെന്ന് പറഞ്ഞ അതേ ദൈവം പറയുന്നു, മോശ നീ കാര്യം ചെയ്യ്, ഞാൻ കടന്നു പോകാൻ പോയാ. ആമേൻ, ഞാൻ നിനക്ക് വിരോധമായി നിന്നെ ഞാൻ ഈ പട്ടണത്തിൽ അയച്ചിരിക്കുന്നത് എന്തിനാണെന്ന് നീ അറിയണം. എന്താ വിചാരിച്ചത് ഫറവോൻ? എന്നും ദൈവം മിണ്ടാതിരിക്കുമെന്ന് വിചാരിച്ചോ? എന്താവും വിചാരിച്ചത് ഫറവോൻ? അപ്പം ഞാനിവിടെ വലിയ ആളാണ്, എൻ്റെ തലയെല്ലാം നോട്ടിലുണ്ട്, നാണയത്തുട്ടിനകത്തുണ്ട്, ഞാൻ ഇരിക്കുന്ന ആമേൻ എൻ്റെ തലയ്ക്ക് മുകളിൽ വലിയൊരു ഗോപുരമുണ്ട്, അതിൻ്റെ മുകളിൽ കൊടി പാറിക്കൊണ്ടിരിക്കുക, കിരീടത്തിലും അവൻ്റെ തലയുണ്ട്. ആമേൻ, എവിടെയൊക്കെ നോക്കിയാലും അവിടെയെല്ലാം അവൻ്റെ തലയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാത്തിലും, എല്ലാ തല, ഒരു ചിപ്പുണ്ടെങ്കിൽ അതിലും അവൻ്റെ തലയുണ്ട്. എന്തൊക്കെ അവിടെ ഉണ്ടോ അവിടെ എല്ലാം എൻ്റെ തലയുണ്ട്. അതുകൊണ്ട് എന്നെ ആർക്കും തകർക്കാൻ കഴിയില്ല. ആമേൻ. എന്നാൽ ദൈവത്തിന് ദൂത് ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നോക്കിക്കേ, ഒന്ന്, അപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഫറവോന്റെ ആദ്യജാതൻ മുതൽ ആദ്യത്തെ പ്രതീക്ഷ നഷ്ടപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ മുതൽ തുടങ്ങി, ആമേൻ, സ്തോത്രം, തിരികല്ലിൽ എന്ന് പറഞ്ഞാൽ, ആമേൻ, ഈ പൊടിക്കുന്ന അല്ലെങ്കിൽ അരയ്ക്കുന്ന കല്ലൊക്കെ തിരികൽ എന്ന് പറയും. ഈ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അരച്ചുകൊണ്ടിരിക്കുന്ന ദാസിയുടെ തലമുറകൾ വരെ തീർന്നില്ല. ഫറവോന് അറുത്ത് കഴിക്കാൻ അവിടെ തൊഴുത്തിക്കെട്ടിയിരിക്കുന്ന ആമേൻ മൃഗങ്ങളുടെ മേലും, സ്തോത്രം, ആമേൻ, സകലത്തിൻ്റെ മേലും എൻ്റെ പ്രവൃത്തി ഞാൻ അയക്കും. ഇന്ന് രാത്രി ദൈവജനം ഇന്ന് രാത്രി ശക്തമായി പ്രാർത്ഥിക്കണം. എവിടെയൊക്കെയോ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. നീ പോലും അറിയാതെ നിന്നെ വളർത്തിയ ഒരു ദൈവമുണ്ട്. നീ പോലും അറിയാതെ നിന്നെ, ആമേൻ, ഹല്ലേലൂയ, മാനിച്ചൊരു ദൈവമുണ്ട്. നീ പോലും അറിയാതെ നിന്നെ കർത്താവ് നെഞ്ചോട് ചേർത്തണച്ചെങ്കിൽ ഇന്ന് രാത്രി ദൈവവൈതലേ, നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇതിന്റെ സകല ഉറവിടവും സ്വർഗത്തിന് ദൈവത്തിന്റെ കരങ്ങളിലാണ്. വായിക്കാം, അടുത്ത ദൂതനെ പറ്റി നമുക്ക് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരപ്പെടുമ്പോൾ, ആ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവാത്മാവ് എങ്ങനെയാണ് അവിടെ പ്രവർത്തിച്ചത് വായിക്കാം. ന്യായാധിപന്മാർ 6-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. അല്ലയോ പരാക്രമശാലിയെ, സ്തോത്രം, ആമേൻ. 6-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോ, അവൻ വീണ്ടും, പ്രൈസ് ദി ലോർഡ്, അവൻ വീണ്ടും എന്ന് പറയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, വീണ്ടും എന്ന് പറയുമ്പോൾ എന്താ? വീണ്ടും എന്ന് പറയുമ്പോൾ, അപ്പോൾ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു, നേരത്തെ അവിടെ കർത്താവ് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ആമേൻ. വീണ്ടും, അല്ലെങ്കിൽ ദൈവം പിന്നെയും
ആമേൻ, ആ പരാക്രമശാലിയായ ഗിദെയോന്റെ നടുവിൽ ഇറങ്ങി നിൽക്കുക. സ്തോത്രം. ഈ ഗിദെയോന്റെ നടുവിൽ കർത്താവ് ഇറങ്ങി നിൽക്കുന്നെങ്കിൽ ഒരു കാര്യമുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 6-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, പ്രൈസ് ലോർഡ്, 6-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ നോക്കൂ, യഹോവയുടെ ദൂതൻ ആമേൻ അവന് പ്രത്യക്ഷനായി. ഇന്ന് രാത്രി പ്രത്യക്ഷനാകണമെങ്കിൽ ആമേൻ ദൈവജനമേ, നമ്മളിപ്പോൾ പോകുന്നത് പോലെ പോയാൽ പറ്റില്ല. സ്തോത്രം, പറ്റില്ല. ആമേൻ, 100% ഈ പോകുന്നത് പോലെ നിങ്ങൾ പോയാൽ ദൂതൻ പ്രത്യക്ഷനാകത്തില്ല. ദൂതന് ചില വ്യവസ്ഥകളുണ്ട്. ആമേൻ, എല്ലായിടത്തും ദൂതൻ ഇറങ്ങി വരത്തില്ല. ആമേൻ, ദാൻ മുതൽ ബേർശേബ വരെയുള്ള സകല ഇസ്രായേലിലും ശമൂവേൽ പ്രവാചകൻ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. സകലരും അവന്റെ മുൻ മുട്ടുമടക്കി. 1-2 കിലോമീറ്റർ അല്ല, 2700 കിലോമീറ്റർ വരെയുള്ള 2700 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ കാസർഗോഡെല്ലാം കഴിഞ്ഞു പോകും, അങ്ങ് ബാംഗ്ലൂരെല്ലാം പോകും. ഇതിനകത്ത് എത്ര ജില്ലകളുണ്ട്, എത്ര സ്റ്റേറ്റുകളുണ്ട്, എത്ര പട്ടണങ്ങളുണ്ട്, ഇതെല്ലാം കംപ്ലീറ്റും. ആമേൻ, നിങ്ങൾ നോക്കൂ. ആമേൻ, ഈ ഭൂമിക്ക് 5 വൻകര ഉണ്ടെങ്കിൽ ഈ 5 വൻകരയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സകലരും ആമേൻ തൻ്റെ ദാസനായിരിക്കുന്ന ആമേൻ ശമൂവേലിന്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കിയ ഒരു കാര്യം ഞാൻ പറയാം. അതിന്റെ പിന്നിൽ രഹസ്യം അറിയാമോ? രഹസ്യം അറിയാമോ? എന്താ രഹസ്യം? തൻ്റെ അമ്മ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചത് കൊണ്ടാ. ഹല്ലേലൂയ. മുഴങ്കാൽ മടക്കിയത് കൊണ്ട് തന്റെ തലമുറയെ ആമേൻ ദാൻ മുതൽ ബേർശേബ വരെ പ്രവാചകനാക്കി വെച്ചു. ആ വാക്ക് അങ്ങോട്ട് തിരിഞ്ഞു പോയിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി മടങ്ങി വരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയായ യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. സ്തോത്രം. ഈ 6-ാമത്തെ വാക്യവും ഈ 6-ാം അധ്യായവും 7-ാം അധ്യായവും 8-ാം അധ്യായവും 5-ാം അധ്യായവും ചേർത്ത് പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ അധ്യായങ്ങൾക്കകത്തെല്ലാം ആമേൻ പ്രതിഷ്ഠകളെ തകർത്തുകൊണ്ടിരിക്കുക. ദൂതൻ ഇറങ്ങി ആമേൻ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രവാചകനെ നിർത്തി. ആ പ്രവാചകൻ ദൈവത്തിനും മനുഷ്യർക്കും വിരുദ്ധമായത് ചെയ്തതുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് മാറ്റി അടുത്തൊരുത്തരെ ദൈവം ഇറക്കി. സ്തോത്രം പറ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം വച്ചിരിക്കുന്ന ദൂതന്റെ സാന്നിധ്യം വരുന്ന ദൂതനിരിക്കുന്ന പട്ടണത്തിനകത്ത് ദൂതൻ ഇച്ഛിക്കുന്ന രീതിയിൽ, ദൂതൻ ആഗ്രഹിക്കുന്ന തലത്തിൽ ആമേൻ ആ മനുഷ്യൻ, ആ പ്രവാചകനോ പ്രവാചകിയോ വന്നില്ലാത്ത പക്ഷം ആ പ്രവാചകയെ മാറ്റി, അല്ലെങ്കിൽ ആ പ്രവാചകനെ മാറ്റി, അല്ലെങ്കിൽ അഭിഷക്തനെ മാറ്റി, അല്ലെങ്കിൽ അഭിഷക്തയെ മാറ്റി വേറെ ഒരുത്തനെ നിയോഗിക്കും. അവനാണ് ആമേൻ. സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ച ഗിദെയോൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യവനെ ദൈവം ശക്തമായി ഉപയോഗിച്ചു. ആ കാലഘട്ടത്തിൽ ദൂതൻ ശക്തമായി ഉപയോഗിച്ചു. ഹല്ലേലൂയ. ശിംശോനേക്കാൾ ശക്തമായി ഗിദെയോനെ ദൈവം ഉപയോഗിച്ചു. കാരണം ഈ ശുശ്രൂഷ ചെയ്യേണ്ടത് ആരെന്നറിയാമോ? ശിംശോൻ ചെയ്യേണ്ടതാ. പ്രൈസ് ദി ലോർഡ്. മറന്നു പോകരുത്. ശിംശോൻ ചെയ്യേണ്ട ശുശ്രൂഷയാണ് ഈ ആമേൻ ദൈവത്തിന്റെ പ്രതിപുരുഷനായി അടുത്ത് നിർത്തിയിരിക്കുന്ന ഗിദെയോൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചില തലങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ ശിംശോൻ ചെയ്യേണ്ട ശുശ്രൂഷ അവിടെ ബ്ലോക്കായി. ഒന്ന്, ആമേൻ ദലീല എന്ന സ്ത്രീയുടെ തല, അവളുടെ മടിയിൽ ഇവന്റെ തല വെച്ചു കൊടുത്തു. സകലതും പോയി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പിന്നെ കർത്താവിനെ വീണ് കരഞ്ഞ്, ദൈവമേ ഒരവസരത്തിൽ എനിക്ക് തരണം, ഒറ്റ അവസരം തരണം. കുന്നൊന്ന്, കുന്ന് 2, കുന്ന് 3 കൊയ്ത് കൂട്ടാൻ ഒരവസരം നീ തരണം. ഒരവസരം കൊടുത്തു. അത് പഴയ നിയമത്തിലെ അവസരമാ. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു അവസരമേ ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന് നിയോഗപ്രകാരം ഇന്നലെ ജോബി ആമേൻ 6-ാമത്തെ അധ്യായം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം പ്രൈസ് ദി ലോർഡ്, 6-ാമത്തെ അധ്യായം ശരിക്കും നിങ്ങൾ പഠിക്കണം. എബ്രായലേഖനം 6-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അതിനകത്ത് ഒരു മനുഷ്യനെ പറ്റി, ദൂതനെ പറ്റി പറയും. ദൂതനെ പറ്റി. പ്രൈസ് ദി ലോർഡ്. എന്താണ്? ഒരു മനുഷ്യൻ പിന്മാറിപ്പോയാൽ ആമേൻ ദൂതന് പോലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. വായിക്കാൻ പറ്റുമോ? ആ അധ്യായം വായിക്കാൻ പറ്റുമോ? 1-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിക്കും. 6-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങൾ വായിക്കാം. അവിടെ ദൂതന് പോലും, ഒരു മനുഷ്യൻ പിന്മാറിപ്പോയാൽ ആ ദൂതന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ദൂതൻ നിസ്സാരം നിന്നു. പ്രൈസ് ദി ലോർഡ്. വായിക്കാമോ? 6-ാം അധ്യായം
അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. വായിച്ചോളൂ. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പിന്നെ ഒരിക്കലും നിങ്ങൾ അദ്ദേഹം വായിക്കണം, ഒരിക്കലും ആ വ്യക്തിയെ മുമ്പിലോട്ട് കൊണ്ടുവരാൻ കഴിയത്തില്ല. സ്തോത്രം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പലപ്പോഴും നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, അതാണോ മാനസാന്തരം? ആമേൻ. എങ്ങനെയാ ബ്രദറെ നിങ്ങൾ മാനസാന്തരപ്പെട്ട എങ്ങനെയാ നിങ്ങൾ യേശുവെ അറിഞ്ഞത്? അതെ, കല്യാണം കഴിക്കണമെങ്കിൽ സ്നാനപ്പെടണമെന്ന് പാസ്റ്റർ പറഞ്ഞു. 3 ക്ലാസ്സിലും വരാൻ പറഞ്ഞു. ഓക്കെ, അതാണ് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. ആ മനുഷ്യൻ പിന്നെയും തെറ്റിപ്പോകും, ഉറപ്പായിട്ടും പോകും. പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യൻ പിന്നെയും പോയി കഴിഞ്ഞാൽ, കാരണം അദ്ദേഹത്തിന് കിട്ടേണ്ട ബോധസും ചേതസും കിട്ടിയില്ല, കിട്ടേണ്ട ഊർജം കിട്ടിയിട്ടില്ല, ദൈവസഭ കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പലപ്പോഴും സഹോദരൻ തന്നെ തകർത്ത് കളയുന്ന, തന്നെ തെറ്റിച്ച് കളയുന്ന ചില പൈശാചിക ശക്തികൾ പലതും തന്നെ ബാക്കിലോട്ട് വലിക്കുമ്പോൾ ഇന്ന് രാത്രി ഒരു കാര്യം ചിന്തിക്കണം. ദൂതൻ പ്രത്യക്ഷമാകുമെങ്കിൽ ഈ ദൂതന്റെ പ്രത്യക്ഷത ദൈവജനത്തിന് ഇന്ന് രാത്രി അനുഗ്രഹമായിരിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൂതൻ ഗിദെയോന് പ്രത്യക്ഷനായിട്ട് ഗിദെയോനെ കൊണ്ട് വലിയ കാര്യം. 11-ാമത്തെ വാക്യം നമ്മൾ വരുമ്പോൾ അവിടെ നോക്കുന്നു. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ അവന് സ്തോത്രം അമ്പരുടെ തോപ്പിൽ എന്ത് ചെയ്തു? അവന് പ്രത്യക്ഷനാക മാത്രമല്ല ചെയ്തത്, അവന് വേണ്ടി ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുവാനിടയായി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവന് പ്രത്യക്ഷനാക മാത്രമല്ല, അവൻ അവിടെ ദൈവം ചെയ്തു കൊടുക്കേണ്ട സ്ഥലം ചെയ്തു കൊടുത്തു. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ജനം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം എല്ലായ്പ്പോഴും എല്ലാ കാര്യത്തിലും ദൂതനെ ഇറക്കുമ്പോൾ ദൈവജനം ചിന്തിക്കണം, ഒരു സമയത്ത് ഇറങ്ങിയ ദൂതൻ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തൂക്കിയെറിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നോക്കിക്കേ, അതിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 6-ന്റെ 10-ഉം 11 6-ന്റെ 10-ഉം 11 വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു എന്നും നിങ്ങൾ പാർക്കുന്ന ദേശത്തുള്ള അമോര്യരുടെ ദേവന്മാരെ ഭജിക്കരുത് എന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു, നിങ്ങളോ എന്റെ വാക്ക് കേട്ടില്ല. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഓഫ്രയിൽ അബേസ്രിയനായ യോവാശിന്റെ കരുവേലകത്തിന് കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആരുടെയും കണ്ണിൽ പെടാതെ, സ്തോത്രം, ആരുടെയും കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ കളിയാക്കൊന്നാണെന്ന് അതൊന്നും അല്ല അവിടുത്തെ വിഷയം. അവൻ അങ്ങനെ മെതിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവദൂതൻ അവിടെ ഇറങ്ങിയത്. സ്തോത്രം പറ. ഇന്ന് രാത്രി കണ്ണിൽ പെടാതെ പലതും നമ്മൾ ചെയ്ത് ദൈവനാമത്തെ ഉയർത്തുവാൻ തുടങ്ങിയാൽ ആരും അറിഞ്ഞില്ലെങ്കിലും സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യുടെ ചുവട്ടിലിരിക്കുന്ന നദിലിനെ കണ്ട ഒരു ദൈവം നമ്മുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദൂതൻ അവനെ കണ്ടെങ്കിൽ ഇന്ന് രാത്രി അവന്റെ കയ്യിൽ ജനത്തെ ഏൽപ്പിക്കാൻ ദൈവത്തിന് മനസ്സായെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, നീ ചെയ്യുന്നതൊന്നും പുറം ലോകത്താരും കണ്ടില്ലെങ്കിലും ആരും അറിയുന്നില്ലെങ്കിലും നിന്നെ കാണുന്നൊരു സ്വർഗമുണ്ട്. അവിടെ വായിച്ചത് ഇങ്ങനെയാണ്, അല്ലയോ പരാക്രമശാലിയെ. പ്രൈസ് ദി ലോർഡ്. നീ പരാക്രമശാലിയാണെന്ന് എനിക്കറിയാം, നീ പരാക്രമം ചെയ്യുന്നവനാണെന്ന് എനിക്കറിയാം. പക്ഷെ നീ ഇവിടെ ഇരിക്കേണ്ടവനല്ല, നീ മെതിക്കേണ്ടവനല്ല. നിനക്ക് ഞാൻ ഒരു ജോലി തരാൻ പോകുകയാ. ഇന്ന് രാത്രി നിനക്ക് ഞാൻ ഒരു ജോലി തരാൻ പോകുകയാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ചില പ്രവാചകന്മാർ കുറ്റം പറയല്ല കേട്ടോ, ഞാനും കർത്താവിന്റെ കൃപയിൽ പ്രവചിക്കുന്ന ആളാ. കർത്താവിന് സ്തോത്രം. പ്രൈസ്. ചിലർ വന്ന് പറയും, വിട്ടോ, ജോലിയെല്ലാം വിട്ടോ, ഇറങ്ങിക്കോ,
നോ. എല്ലാം സ്റ്റോപ്പ് ചെയ്യും ദൈവം. കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്ത് നിനക്കുള്ള എല്ലാം സ്റ്റോപ്പ് ചെയ്ത് എല്ലാം റെഡി ആക്കിയിട്ട് ദൈവം പറയും ഇറങ്ങിക്കോ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. പല സഭകളിൽ പോകുമ്പോൾ എനിക്കറിയാം പലരും പല ദൈവാസമാർ പറയുന്നത് കരയുന്നത് കാണുന്ന ഒറ്റ കാര്യം ഇതാണ്: എല്ലാം റെഡിയായി. കാരണം ഒന്നിനും കുറവില്ലോ, എല്ലാം ആയല്ലോ, ഇനി ഇറങ്ങിക്കോ. നോ 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 മോനെ, നിനക്ക് ഇറങ്ങേണ്ട സമയമാകുമ്പോൾ ദൈവാത്മാവ് നിന്നെ പുറത്തെടുക്കാൻ സകലത്തെയും ബ്ലോക്ക് ചെയ്യും. അതുവരെ ഉള്ള സകലത്തെയും ശരീരത്ത് തോട്ടിലെ വെള്ളം വരെ വറ്റി കാക്കയുടെ വരവ് നിൽക്കും. ഇറങ്ങിക്കോന്ന് ശബ്ദം നിന്റെ അടുത്ത് ദൂതൻ വന്ന് പറയാതെ നീ ഇറങ്ങരുത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അല്ലാതെ ഫലപുഷ്ടിയായി നിൽക്കുന്ന ഒരു വൃക്ഷത്തെ, ഒരു ചെടിയെ എടുത്ത് മരുഭൂമിയിൽ നട്ടാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ഒരു IPCന്റെ പാസ്റ്റർ ചോദിച്ചു, പാസ്റ്ററെ നിങ്ങൾ എന്താ മീശ എടുക്കാത്ത? ഞാൻ പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞില്ല. നിങ്ങളോട് പറഞ്ഞോ? നിങ്ങളോട് പറഞ്ഞെങ്കിൽ ഉറപ്പാനോട് പറ, ഇപ്പം ഞാൻ എടുക്കും. സ്തോത്രം, എനിക്ക് ഒരു തർക്കവും ഇല്ല, അതിൽ ഒരു വിഷയവുമില്ല. ഞാൻ IPCക്കാരനാകുവാനോ ഷാരോൺകാരനാകുവാനോ ഏജിക്കാരനാകുവാനോ എനിക്ക് മീശ എടുക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പറ്റത്തില്ല. ദൈവം എന്നോട് പറഞ്ഞ എടുക്കാൻ എന്നോട് പറഞ്ഞാൽ എൻ്റെ തമ്പുരാനെ മീശയും താടി രോമമുള്ളവനാകയാൽ ഇതിലൊന്നും വിഴത്തില്ല. സ്തോത്രം. അതല്ല ദൈവപ്രവൃത്തി. ദൈവം നിന്നോട് പറയണം, നിനക്കതിന് സാഹചര്യം ഒരുക്കണം. അങ്ങനെയെങ്കിൽ നിന്നെ ശുശ്രൂഷ എടുത്തു മാറ്റും. നീ എൻ്റെ വഴിയിൽ വാന്ന് പറഞ്ഞു നിന്നാൽ ചിലപ്പോ ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സറണ്ടറായേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ MA വർഗീസ് പാസ്റ്റർ ചർച്ചിലകത്ത് ഒരു അത്ഭുതം സംഭവിച്ചു. നിങ്ങളെല്ലാവരും അറിഞ്ഞ കാര്യമാണ്. ബാംഗ്ലൂർ, ആമേൻ. പാസ്റ്റർ MA വർഗീസ് പാസ്റ്റർ ചർച്ചിലകത്ത് ഒരു അത്ഭുതം സംഭവിച്ചു. ഹല്ലേലൂയ. 50,000 പേര് ഏകദേശം ആരാധിച്ചുകൊണ്ട് വലിയൊരു ചർച്ചിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് രാത്രി കർത്താവിന്റെ അഭിഷേകത്തിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ട് പറയുക, പിറ്റേന്ന് ഞായറാഴ്ച കർത്തൃമേശയാ. ആമേൻ. ദർശനത്തിൽ കാണിച്ചത് ഇങ്ങനെയാണ്: 2 ഭാഗത്ത് 2 ഗ്രൂപ്പ് ആൾക്കാരെ നിർത്തി. ഒന്ന് ആഭരണമെല്ലാം ഇട്ട് നല്ല ഒരുങ്ങി വന്ന് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് നിൽക്കുക. അവരുടെ സൈഡിൽ ഗന്ധക നദി കത്തുകയാണ്. എന്നാൽ മറ്റൊരു ഗ്രൂപ്പുണ്ട്, എല്ലാവരും ഈ ആഭരണമെല്ലാം മാറ്റി വെള്ള സാരിയെ കൊടുത്ത് കയ്യിൽ വേദപുസ്തകവുമായി ആരാധനയ്ക്ക് നിൽക്കുന്ന ഒരു ഗ്രൂപ്പിനെ ഒരു സൈഡിൽ നിർത്തിയിട്ട് അവരുടെ മുമ്പിൽ കൂടെ പളുങ്ക് കടൽ നദി കൂടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നല്ല ചെടികൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അത് ചോദിച്ചിങ്ങനെയാണ്, ഈ നിൽക്കുന്ന ആൾക്കാരെ വേണമോ എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പേടിച്ചു പോയെന്നാ പറയുന്നേ. സ്തോത്രം. അദ്ദേഹം പേടിച്ചു പോയെന്നാ പറയുന്നേ. അദ്ദേഹം പറഞ്ഞു, അതെനിക്ക് അത് വേണ്ട, എനിക്ക് ഇത് മതി. നീ അത് വേണമെന്ന് പറഞ്ഞാൽ അവരെ ഇപ്പൊ ഞാൻ സംഗ്രഹിപ്പാൻ തീ കത്തിച്ചുകൊണ്ടിരിക്കുക. പിറ്റേ ഞായറാഴ്ചത്തെ ശുശ്രൂഷയ്ക്ക് പറഞ്ഞതാണ്, ആഭരണമിട്ട ഒരാൾ പോലും കത്രുമേശ എടുക്കരുതെന്ന് പറഞ്ഞു. 25,000 പേര് ഒറ്റ സ്പോട്ടിൽ പോയി. സ്തോത്രം. അദ്ദേഹത്തിന് ദർശനം അതായിരുന്നു. ദൈവദൂതൻ ഇറങ്ങിയതാ. വർഷങ്ങളായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഭയങ്കര അത്ഭുതം ചെയ്യുന്ന അഭിഷേകത്തിന്. ഇന്ന് രാത്രി പറയുന്ന ഒരു കാര്യമുണ്ട്: ദൂതൻ ഇറങ്ങിയാൽ ചിലതിനെ ദൈവം പൊളിക്കും. സ്തോത്രം പറ. ഹല്ലേലൂയ. ചിലത് കർത്താവ് പൊളിക്കും. ദൂതൻ ഇന്ന് രാത്രി പല കുടുംബം, നിങ്ങൾ നോക്കിക്കോ, ഈ രാത്രി നിങ്ങൾ കുറിച്ചു വെച്ചോ, ഇന്ന് രാത്രി ചില കുടുംബത്തിനകത്ത് ദൂതൻ ഇറങ്ങും. ദൈവാത്മാവ് അങ്ങനെ തന്നെ ദൂത് പറയാൻ പറയുന്നു. ഇറങ്ങിയാൽ ചിലത് പൊളിയും. അതിന് നിങ്ങൾ ഇടം കൊടുത്തു കഴിഞ്ഞാൽ ചിലത് നിങ്ങൾക്ക് തകർക്കാൻ നിൽക്കുന്ന ചില പൈശാചിക ശക്തികളെ തകർത്ത് കളയാൻ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടുത്തും. അതാ ഇവിടെ വായിച്ചത്, ദൂതന്മാർക്ക് മനുഷ്യരെ സഹായിക്കാൻ കഴിയുമോ? ഉറപ്പായിട്ട് സഹായിക്കാൻ കഴിയും. ആമേൻ. അതാണ് പീലിപ്പോസ് തട്ടി എണീപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. പീലിപ്പോസ് എണീപ്പിച്ച ദൈവം നടത്തിയില്ലേ? ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഓഫ്രയിൽ താനിങ്ങനെ മുന്തിരിച്ചക്കിൽ അത് മെതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അവിടെ ഇറങ്ങി, ദൂതൻ ഇറങ്ങി വന്നില്ലേ? ഇന്ന് രാത്രി നിന്റെ ജോലി സ്ഥലത്താണെങ്കിലും ഭവനത്തിനകത്താണെങ്കിലും വീടിന്റെ വലിപ്പം കണ്ടോ വാചാതുര്യം കണ്ടോ നല്ല ദൈവദൂതൻ വരുന്നത്. സമർപ്പിക്കാൻ ഒരു ഹൃദയം ഇന്ന് രാത്രി എത്ര പേർക്കുണ്ട്? സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് രാത്രി ആ ഹൃദയമുണ്ട്? നിന്നെ പൊക്കിയെടുക്കുന്ന
ഒരു ദൈവം ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. ഒരു ദൂതൻ നിന്റെ കുടുംബത്തിനകത്ത്, അഭിഷക്തന്മാരെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു ദൂതൻ ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ദൂതനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഈ ദൂതനൊരു പ്രത്യേകതയുണ്ട്. ഇത് ആർക്കും, ആമേൻ സ്തോത്രം, ആർക്കും തകർത്ത് കളയാൻ കഴിയാത്ത, ആർക്കും മാറ്റിക്കളയാൻ കഴിയാത്ത ഒരു ദൂതൻ നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് ഇന്ന് രാത്രി ഇറങ്ങി വരികയാ. ആത്മാവിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് കാണാൻ കഴിയുന്നുണ്ട്? ആമേൻ. കണ്ണുകളടയ്ക്കാമോ? പ്രാർത്ഥിക്കാൻ പോകുക. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ കഴിയും? 26, 27 പറയുന്ന ഇങ്ങനെയാണ്, കർത്താവിൻ്റെ ദൂതൻ അവിടെ ഇറങ്ങി. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം, കർത്താവിൻ്റെ ദൂതൻ അവിടെ ഇറങ്ങിയെങ്കിൽ ഈ രാത്രി സ്തോത്രം, അപ്പോസ്തല പ്രവൃത്തി 5:19, 10:3, 11:13, 12:7, 23, 27, 23, ന്യായാധിപന്മാർ 6:12, 13:3, എസ്തേരുടെ പുസ്തകം 7:21, സങ്കീർത്തനം 68:31, 87:4, സെബന്യാവ് 3:10, ഇരമ്യാവ് 38:7. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ നിന്റെ നടുവിൽ ഇറങ്ങി വരുന്നൊരു ദൈവശക്തി ഉണ്ട് കേട്ടോ. അപ്പോസ്തല പ്രവൃത്തി 9:17, 19:6, അപ്പോസ്തല പ്രവൃത്തി 6:6, എബ്രായർ 6:1, സ്തോത്രം. പ്രവൃത്തിയുടെ പുസ്തകം 2:4, യെശയ്യാവ് 55:1, 2 രാജ 5:16, ദാനിയേൽ 5:17, 2 രാജ 10:15, സങ്കീർത്തനങ്ങൾ 78:37, ദാനിയേൽ 4:27, 2 തീമോത്തി 2:25, 2 രാജ 8:1, പ്രൈസ് ദി ലോർഡ്. 11, 12 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവപ്രവർത്തിക്കായി എബ്രായ ലേഖനം 12:15, 13 വായിക്കപ്പെടുമ്പോൾ, യെശയ്യാവ് 58:6 വായിക്കപ്പെടുമ്പോൾ, ദൈവകുഞ്ഞെ എഫെസ്യർ 4:3, കൊലോസ്യർ 3:14, പുറപ്പാട് 8:3 താഴോട്ട് വായിച്ചു വരപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കരം ഇന്ന് രാത്രി വെളിപ്പെടുന്ന നാഴിക വിദൂരമല്ല ദൈവമൈതലേ. ഹല്ലേലൂയ. സ്തോത്രം. നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇരിക്കുന്നവനും ഇരുന്നവനും എഴുന്നേൽക്കുന്നവനുമായ ദൈവം നമ്മുടെ നടുവിലേക്ക് ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ട്